ഖുർആനിലെ സബഅ സമാവാതി വല്ലർള മിസ്ലഹുന്ന എന്നുണ്ടല്ലോ, അതിന്റെ ഒരു വിശദീകരണം കിട്ടിയോ? സുഹൃത്തിന്റെ ചോദ്യം, 7 ആകാശങ്ങളും അതേപോലുള്ള ഭൂമികളും എന്ന പരിശുദ്ധ ഖുർആനിലെ പദപ്രയോഗം ഇതിന് വിശദീകരിക്കണം എന്നാണ്. ഇവിടെ നമ്മളൊരു അടിസ്ഥാനപരമായ കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന് എന്താണ് 7 ആകാശം, അതേപോലെ തന്നെ 7 ഭൂമി കൊണ്ടുള്ള വിവക്ഷ എന്താണ്, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിത്രം എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒന്നാമതായി പരിശുദ്ധ ഖുർആനിൽ 7 ആകാശങ്ങളെ കുറിച്ച് നിരവധി തവണ പറയുന്നു. ആ 7 ആകാശങ്ങളിൽ ഒന്നാമത്തെ ആകാശത്തിലാണ് എല്ലാ നക്ഷത്രങ്ങളും എല്ലാ ഗ്രഹങ്ങളും വിധാനിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ ബാക്കി 6 ആകാശങ്ങൾ നമ്മൾക്ക് ഈ ഒന്നാമത്തെ ആകാശത്തിൽ വിധാനിച്ചു എന്ന് പറയുന്ന പ്രപഞ്ചം, നമ്മുടെ ഈ നക്ഷത്രങ്ങൾ അതെത്രയാണ്, അതിനെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അഥവാ നമ്മൾക്ക് ഇതുവരെ നമ്പർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് 30,000 കോടി ഗാലക്സികളെ, 30,000 കോടി നക്ഷത്രക്കൂട്ടങ്ങളെ. ഈ 30,000 കോടി നക്ഷത്രക്കൂട്ടങ്ങളിൽ ഒരെണ്ണമാണ് നമ്മുടെ നക്ഷത്രമായ, നമ്മുടെ നക്ഷത്രക്കൂട്ടമായ, നമ്മുടെ താരാവ്യൂഹമായ മിൽക്കി വേ ഗാലക്സി എന്നറിയപ്പെടുന്ന ഗാലക്സി, അതല്ലെങ്കിൽ മലയാളത്തിൽ ക്ഷീരപഥം എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ നമ്മുടെ ക്ഷീരപഥത്തിലെ 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. ഈ 10,000 കോടിയോളം നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ആ സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന 10-ൽ കുറയാത്ത ഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമി. ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളിൽ ഒരു ജീവവർഗമാണ് നമ്മള് ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന നമ്മുടെ വർഗം. ആ ഹോമോസാപ്പിയൻ എന്ന വർഗത്തിലെ, നരവർഗത്തിലെ കോടിക്കണക്കിന് അംഗങ്ങളിൽ ഓരോരുത്തരാണ് നമ്മളെല്ലാവരും. അത് ഏത് ശാസ്ത്രജ്ഞനായിരുന്നാലും സാധാരണക്കാരനായിരുന്നാലും ഈ ഓരോ വ്യക്തിയാണ് പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ സമൂഹമാണ് പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള 30,000 കോടി ഗാലക്സികൾ കണ്ടെത്തുന്നതിനാൽ നമുക്ക് നമ്മുടെ അറിവും നമ്മുടെ കഴിവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള 30,000 കോടി ഗാലക്സികൾ ഉണ്ടെന്നാണ്. ഇത് യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ 10% വരുമോ എന്ന വിഷയത്തിൽ ശാസ്ത്രജ്ഞന്മാർ സംശയത്തിലാണ്. കാരണം പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ അതിദൂരത്തുള്ള ഏതെങ്കിലും ക്ലസ്റ്ററുകളിലുള്ള പ്രകാശവീചികൾ ഒരിക്കലും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാരിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം പൂർണ്ണമായി നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. ഈ പ്രപഞ്ചം എല്ലാമാണ് ഒന്നാമത്തെ ആകാശം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ പ്രപഞ്ചത്തെ മൊത്തത്തിലാണ് ഒന്നാമത്തെ ആകാശം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന പൂർണ്ണമായ പ്രപഞ്ചം. ആ ഒന്നാം ആകാശത്തിൽ തന്നെ 10% ഇപ്പോഴും കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. അങ്ങനത്തെ നമ്മളാണ് 7 ആകാശങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നതിന് വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ ശരിയാവും? ഈ ഒന്നാം ആകാശത്തിന്റെ തന്നെ 10% നമുക്ക് ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ ബാക്കി 6 ആകാശങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? പടച്ചോൻ പറഞ്ഞു തരുന്നത് അതേപോലെ സ്വീകരിക്കാന്നല്ല. ഇതേപോലെ തന്നെ നമ്മുടെ അറിയുന്ന പ്രപഞ്ചമാണ് ഞാൻ ഈ പറഞ്ഞത്. ഏത് 30,000 കോടി ഗാലക്സി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോടിന്റെ കണക്കൊന്നും ഇപ്പോൾ വലിയ വിലല്ല. അതല്ല, കാരണം നമ്മൾ എന്നും കേൾക്കുന്ന കോടികളുടെ സ്കാൻഡൽസിന്റെ കണക്കാണല്ലോ. കോടികൾ കട്ടതിന്റെ കണക്കായതുകൊണ്ട് ഇതെന്തൊരു 30,000 കോടി, നമ്മൾ അങ്ങനെ ചിന്തിക്കണേ. 30,000 കോടി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് നമ്മൾ വിചാരിച്ചു? 30,000 കോടി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി നമുക്ക് എണ്ണി തീർക്കണമെങ്കിൽ തന്നെ ഒരു 800-1000 തലമുറകൾ വേണ്ടി വരും. ഒരാള് ജന്മം മുതൽ മരണം വരെ ഈ നക്ഷത്രങ്ങളെ ഗാലക്സികൾ എണ്ണാൻ വിചാരിച്ചു വിചാരിക്കാം. എന്നിട്ട് അയാളുടെ മകനേൽപ്പിച്ചു, അങ്ങനെയാണ് 1000 തലമുറകൾ വേണ്ടി വരും ഇത് മുഴുവൻ എണ്ണി തീർക്കണമെങ്കിൽ. 1000 തലമുറകൾ ഇത് എണ്ണി തീർക്കണമെങ്കിൽ, ഗാലക്സികൾ കണ്ടിടത്തോളം ഗാലക്സി എണ്ണി തീർക്കണമെങ്കിൽ ഇനി ആ ഓരോ ഗാലക്സിയിലും 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങൾക്കെല്ലാം ചുറ്റും എന്തുണ്ട്? ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഭൂമിയെ കുറിച്ച് മാത്രമാണ് നമുക്ക് ഇപ്പോൾ അറിയാം. ഇതല്ലാതെ അതേപോലുള്ള ഭൂമികൾ എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് ഉദ്ദേശം നമുക്കറിയില്ല. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ. ആ അറിയുന്നതിൽ തന്നെ പരിധികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഇത് വിശദീകരണത്തിന് അതീതമാണ്. അതുകൊണ്ട് തന്നെ വിശദീകരിച്ച് വെറുതെ നാശാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പലരും നമുക്ക് എല്ലാം വിശദീകരിച്ച് കളയും. ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഖുർആൻ തന്നെ ഒരു ശാസ്ത്രഗ്രന്ഥമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ഖുർആനും തിരിഞ്ഞിട്ടില്ല, ശാസ്ത്രവും തിരിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറയാം. ഉദാഹരണത്തിന് അങ്ങനത്തെ ആളുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സബ് സമാവാത്തിന് 7 ആകാശങ്ങൾ എന്നുള്ള വചനത്താണ് വ്യാഖ്യാനിച്ച ഒരാൾ. ഭയങ്കര വ്യാഖ്യാനം. എന്താ വ്യാഖ്യാനം എന്നറിയോ? 7 ഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 7 ഗ്രഹങ്ങൾ ഏതാണ്? 7 ആകാശം തന്നെ ഉണ്ടല്ലോ. 7 ഗ്രഹങ്ങൾ ഏതാ? ബുധനും ശുക്രനും ഭൂമിന്റെ താഴെയാണല്ലോ. അപ്പൊ ഭൂമിന്റെ മുകളിൽ നിന്നുള്ള പറഞ്ഞുള്ള മുകളിലുള്ള 7 ഗ്രഹങ്ങളാണ്. ഈ ഖഗോള ശാസ്ത്രത്തിൽ മുകളിൽ താഴെ എന്നുള്ള സങ്കല്പം പോലും വെറുതെയാണ്, അത് വേറെ വിഷയം. ഇനി സമ്മതിച്ചു കൊടുക്കാം. മുകളിൽ 6 ഗ്രഹങ്ങളുള്ള മൂപ്പര് നട്ട ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവേഷണം, ഒരു പ്രവചനം കൂടി നടത്തി. എന്താണ്? ഒരു ഗ്രഹം ഇപ്പോൾ അടുത്ത് കണ്ടെത്താൻ പോകുന്നു. അത് 6 ഗ്രഹങ്ങളുള്ള ഭൂമിന്റെ മുകളിൽ. അതുകൊണ്ട് 7 ഗ്രഹങ്ങളാണ്. ഖുർആൻ പറഞ്ഞ 7 ആകാശങ്ങളെ കുറിച്ചാണല്ലോ. അപ്പോ ബാക്കി 7 എണ്ണം കൂടി ഒരെണ്ണം അടുത്ത് കണ്ടെത്താൻ പോകുന്നു എന്ന്. അപ്പോ കുറച്ചു കാലം കഴിഞ്ഞപ്പോ 10ാമത്തെ ഗ്രഹത്തെ കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ വന്നപ്പോ അയാൾക്ക് ഭയങ്കര സന്തോഷം, ഞാൻ എന്റെ പ്രവചനം ഫലിച്ചു എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവചനമടക്കം സകലതും ഖുർആനെതിരാണ്. ഖുർആനിൽ കൃത്യമായി പറയുന്നത് 1ാമത്തെ ആകാശത്തിലാണ് സകല നക്ഷത്രങ്ങളെ കൊണ്ടും പടച്ച തമ്പുരാൻ മോടി പിടിപ്പിച്ചിട്ടുള്ളത്. ആ നക്ഷത്രങ്ങൾ മുഴുവനുമുള്ള 1ാം ആകാശത്തെ നമ്മുടെ എന്താക്കി? ഈ നക്ഷത്രങ്ങൾ മുഴുവൻ പറഞ്ഞാൽ തന്നെ എത്രയാണ്? ഞാൻ പറഞ്ഞല്ലോ, 30,000 കോടിയോളം ഗാലക്സികളുള്ള ഒരു മഹാപ്രപഞ്ചം. നമ്മൾ അറിഞ്ഞ പ്രപഞ്ചം 10% ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അപ്പൊ അങ്ങനെയുള്ള പ്രപഞ്ചത്തെ മുഴുവനുമായി പറയുന്ന 1ാം ആകാശത്തെ വെറും ഒരു ശനിയിലോ അതല്ലെങ്കിൽ വേഴത്തിലോ ഒതുക്കി കളഞ്ഞു അദ്ദേഹം. ഇങ്ങനെ നമ്മൾക്ക് ഖുർആൻ കൃത്യമായി അറിയാതെ, സയൻസ് വ്യക്തമായി മനസ്സിലാകാതെ വെറുതെ ഖുർആൻ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ബുദ്ധിമുട്ടാനല്ല ഈ പറഞ്ഞത്. മറിച്ച് പരിശുദ്ധ ഖുർആന്റെ സത്യത ബോധ്യപ്പെടാൻ. പരിശുദ്ധ ഖുർആനിൽ അബദ്ധങ്ങളില്ല. ഖുർആനിൽ 7 ആകാശങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ 1ാം ആകാശത്തെ നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ 7ാം ആകാശത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവൂല, ഉറപ്പാണ്. ഖുർആനിൽ 7 ഭൂമികളുണ്ടെന്ന് അറിയുമ്പോൾ നമ്മുടെ ഭൂമിയെ കുറിച്ച് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ സൗരത്വത്തെ കുറിച്ച് പോലും നമുക്ക് പൂർണ്ണമായി അറിയില്ല. നമ്മുടെ ഭൂമിയെ കുറിച്ച് നമുക്ക് പൂർണ്ണമായി അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ 30,000 കോടി ഗാലക്സികൾക്കകത്ത് പടച്ച തമ്പുരാൻ എവിടെയൊക്കെ ഭൂമിയെ പോലെ ഉണ്ടോ ഇല്ലേ, എങ്ങനെയാണ്, എന്താണ് അത് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.